ഇതാണ് വീഡിയോ. അപ്പോൾ പലരെങ്കിലും സംശയിക്കുന്നുണ്ടാകും, ഇത്രത്തോളം കഷ്ടപ്പെട്ട് മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്രത്തോളം വലിയ പ്രശ്നങ്ങളാണോ, അത്രയും വലിയ കാറ്റാണോ അവിടെ ഉള്ളത് എന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർ കാണാൻ വേണ്ടി അടുത്തൊരു വീഡിയോ കൂടി കാണിക്കാം. എത്രത്തോളം പ്രശ്നമാണ് ആ സ്ഥലത്ത് ഇപ്പോൾ ഈ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ബൈക്കുകാരൊക്കെ നേരിടുന്നത്, ബൈക്ക് യാത്രക്കാർ നേരിടുന്നത്, എന്താണ് രാജ്യത്ത് ശരിക്കും നടക്കുന്നത്. അങ്ങനെയുള്ള 2 വീഡിയോകൾ കൂടി നമുക്ക് കാണാം. Thì đợt Covid từ mạnh là chúng mạnh quá mình lùi nhanh không có việc gì không sao ôi dồi ôi lùi lèo thôi không nổi ôi dồi ôi báo cho ai đi thì đợt Covid từ mạnh là chúng chết rồi mạnh quá mình lùi nhanh không có việc കാർത്തിക മഠത്തിൽ നമ്മുടെ കൂടെയുണ്ട്. കാർത്തിക, രാജ്യം എത്രത്തോളം പ്രശ്നത്തിലാണ് എന്നുള്ളത് വ്യക്തമാകുന്നത് ആ രണ്ടാമത്തെ നമ്മൾ കാണിച്ച 2 വീഡിയോയിലൂടെയാണ്. സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾ അടുത്ത ആരാണ് എന്താണെന്ന് അറിയാതെ അവർ ഒരുമിച്ച് പോകും. തീർച്ചയായും പൂജ, അതിഭീകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് വിയറ്റ്നാം കടന്നു പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശക്തമായ ചുഴലിക്കാറ്റാണ്, ടൈഫൂൺ ചുഴലിക്കാറ്റ് കാരണം 64 പേരുടെ ജീവനാണ് ഇതിനകം നഷ്ടപ്പെട്ടിട്ടുള്ളത്. മഴക്കെടുതിയുണ്ട്, ചുഴലിക്കാറ്റുണ്ട്. അപ്പം അത്രയും ഭീകരമായ ഒരു സാഹചര്യത്തിലും വേറൊരാളുടെ ജീവന് അവിടെയുള്ള ആളുകൾ കൽപ്പിക്കുന്ന ആ ഒരു പ്രാധാന്യം അത് തന്നെയാണ്. കാരണം ആ ഒരു ചുഴലിക്കാറ്റിൽ നമ്മൾ ആ വീഡിയോയിൽ കണ്ടു, പാലം തകർന്നു വീഴുന്നു, പോയിക്കൊണ്ടിരുന്ന വാഹനം തകർന്നു വീഴുന്നു. അപ്പോൾ ഈ കാറ്റ്, ഇത്രയും ശക്തമായ കാറ്റടിക്കുന്ന സമയത്ത് ബൈക്കും കാറും അടക്കമുള്ള വാഹനങ്ങളെല്ലാം ചിതറിപ്പോവുകയാണ്, താഴെ വീണു പോവാണ്. അപ്പോൾ ഒരു റോഡിലൂടെ പോകുന്ന സമയത്ത് ചുഴലിക്കാറ്റ് വരികയാണ്, അതിശക്തമായ ചുഴലിക്കാറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ബൈക്ക് യാത്രക്കാരൻ പോകുന്നു. ആ ബൈക്ക് യാത്രക്കാരൻ ആ ചുഴലിക്കാറ്റിൽ ഒരു പക്ഷേ താഴെ വീണേക്കാം, ആ വാഹനം താഴെ വീണ് തകർന്നേക്കാം. അപ്പോൾ ബാക്കിയുള്ള കാറുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള വാഹനങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ കണ്ടു, 2 വാഹനങ്ങൾ 2 കാറുകൾ വന്ന് ഒരു ഷീൽഡ് പോലെ ആ ബൈക്കിന് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ആ കാറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടി, ആ കാറ്റ് കാരണം ആ യാത്രക്കാരനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഒരു ഷീൽഡ് പോലെ 2 വശത്തുമായി വാഹനങ്ങൾ 2 കാറുകൾ വന്ന് നിൽക്കുന്നു. തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടു, ഒരു റോഡിൽ ഫുള്ള് ബൈക്ക് യാത്രക്കാർക്ക് ചുറ്റും വാഹനങ്ങൾ ഇങ്ങനെ മെല്ലെ 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 പോവാണ്. ഒരു ദുരന്തം വരുന്ന സമയത്ത് നമ്മളെ വീട്ടുകാരെ കാണണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. തൊട്ടു മുന്നിൽ പോകുന്ന അല്ലെങ്കിൽ തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഒരു അപകടം പറ്റരുത് എന്നുള്ള ഒരു കരുതൽ, ആ ഒരു സ്നേഹം തീർച്ചയായും നമുക്ക് ആ വിയറ്റ്നാമിൽ ആ ആളുകളിൽ നിന്ന് നമ്മൾ ശരിക്കും പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു അപകടം വരുമ്പോൾ ഒളിച്ചോടല്ലാതെ തൻ്റെ കാര്യം മാത്രം നോക്കുകയല്ലാതെ, ഇപ്പം വയനാട് ദുരന്തം വന്ന സമയത്തൊക്കെ നമ്മളത് കണ്ടു, മനുഷ്യന്മാരുടെ ആ ഒരു മനുഷ്യത്വവും കരുതലും സ്നേഹവും എല്ലാം. അത് തന്നെയാണ് വിയറ്റ്നാമിലും ഈ ഒരു കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൃശ്യത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും കാർത്തിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആരാണ് എന്താണെന്ന് അറിയാതെ മനുഷ്യരൊക്കെ കൈകോർത്ത് പോകും. കാരണം ഒരാൾക്ക് മാത്രം ബാധിക്കുന്നില്ല, എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരുപക്ഷെ ആ സമയം അതൊന്നും ഓർക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്, പക്ഷെ അവർ ഒരുമിക്കുന്നു എന്നുള്ളതാണ്. വലിയൊരു പ്രശ്നമാണ് എന്തായാലും രാജ്യത്ത് സംഭവിക്കുന്നത്. പ്രശ്നങ്ങളെല്ലാം തീരട്ടെ. വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മടങ്ങി വരും അല്ലേ? നമ്മൾ വയനാട്ടിലെ കാര്യം പറഞ്ഞ പോലെ ലോകത്ത് എവിടെയാണെങ്കിലും മടങ്ങി വരും. ശരി കാർത്തിക.